മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും ക്യാപ്റ്റനാക്കി CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്നു. ആറ്റിങ്ങലിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് ക്യാപ്റ്റൻ വരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ പ്രചാരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പലയിടത്തും പിണറായിയെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചത് പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു, തിരുത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും തള്ളിയില്ല, തിരുത്തിച്ചതുമില്ല. പകരം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ആറ്റിങ്ങലിലെ CPM സ്ഥാനാർത്ഥിയും CPM ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയുടെ സമൂഹ മാധ്യമ പേജുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലെത്തുന്നതിൻ്റെ പ്രചാരണ പരിപാടികളിലാണ് ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ച് ഇതാ വരുന്നു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ തന്നെ സമൂഹ മാധ്യമ പേജുകളിൽ പ്രചാരണം നടക്കുന്നത് ഔദ്യോഗികമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. വ്യക്തിപൂജ തെറ്റാണെന്നാണ് CPM നിലപാട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ തൽക്കാലം വ്യക്തിപൂജയൊക്കെ മാറ്റിവെച്ചേ പറ്റൂ. അങ്ങനെ മാറ്റിവയ്ക്കാം. പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ പല മണ്ഡലങ്ങളിലും നടന്നു വരികയാണ്. കഴിഞ്ഞ 30-ാം തീയതി തിരുവനന്തപുരം മണ്ഡലത്തിലായിരുന്നു തുടക്കം. സംസ്ഥാനത്തുടനീളം 60 പ്രചാരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഓരോ മണ്ഡലത്തിലും 3 വീതം റാലികൾ മുഖ്യമന്ത്രി നടത്തും. ആദ്യ പരിപാടി നെയ്യാറ്റിൻകരയിലായിരുന്നു. ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായി വെറുപ്പിൻ്റെ രാഷ്ട്രീയം ആളിക്കത്തിക്കുന്ന വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുമെന്നാണ് അദ്ദേഹം ഓരോ യോഗങ്ങളിലും ഓർമ്മിപ്പിക്കുന്നത്. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ അവസരവാദ രാഷ്ട്രീയം പയറ്റുന്ന കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടതുണ്ട്. കേരളം വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ പാർലമെൻറ്റിൽ നിശബ്ദരായ UDF MPമാരെ വിലയിരുത്താനുള്ള വേളയാണിത്. കേരളത്തിന് നേരെ കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണന പ്രചാരണ പരിപാടിയുടെ പ്രധാന അജണ്ടയാണ്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിൻ്റെ അവഗണന മൂലമാണെന്നും ഇതിനെതിരെ ശബ്ദമുയർത്താൻ LDF MPമാർ പാർലമെൻറ്റിൽ ആവശ്യമാണെന്നുമുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇതോടൊപ്പം BJPയുടെ വർഗീയ രാഷ്ട്രീയം, പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ, CAA തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യും. ED ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളും പ്രധാന പ്രചാരണ വിഷയമാണ്. അവസാനത്തെ പൊതുയോഗം കണ്ണൂരിലാണ്.